പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമുക്കൊരു ഗായകൻ രാവിലെ വഴിതെറ്റി വന്നതാണ് കേട്ടോ. ശരിക്കും ഞാൻ രാവിലെ ഈ മോർണിംഗ് ഷോ ചെയ്യാൻ വരുമ്പോൾ പുള്ളി 24-ന്റെ വരാന്തയിൽ നിൽക്കുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ നിൽക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ എന്നെ ഒന്ന് കാണാമെന്നു പറഞ്ഞു. എങ്കിൽ പിന്നെ കാണാമെന്നാൽ വെറുതെ വിടാൻ പാടില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ സ്റ്റുഡിയോയിലേക്ക് കയറ്റുന്നു. ശ്രീകുമാർ നമുക്കുണ്ട്. ശ്രീകുമാർ വാക്കിയിൽ അദ്ദേഹം പാഞ്ഞാൾ സ്വദേശിയാണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ പാഞ്ഞാൾ. ശ്രീകുമാറെ ഗുഡ് മോർണിംഗ്. ഈ പാഞ്ഞാൾ എന്തിനാണ് ഫേമസ് ആയത്? പാഞ്ഞാൾ യജ്ഞഭൂമിയാണ്. പാഞ്ഞാൾ വളരെ അറിയപ്പെട്ട ഒരു പ്രദേശമാണ്. മാത്രമല്ല ഈ പാട്ടുകാരനെ ചിലപ്പോൾ ശ്രീകുമാർ വാക്കിയിൽ എന്ന് പറഞ്ഞാൽ ഏത് നോക്കിയിൽ നിങ്ങൾ തിരിച്ചു ചോദിക്കുമായിരിക്കും. പക്ഷേ ഈ വാക്കിലിനെ നിങ്ങൾ അറിയും. അനുരാഗ വിലോചനായി എന്നുള്ള ഒറ്റ പാട്ട് മതി ശ്രീകുമാറിനെ ഓർമ്മിക്കാൻ. മാത്രമല്ല മുല്ലയിലൂടെയായിരുന്നു രംഗപ്രവേശം അല്ലേ? മുല്ലയിൽ ഏത് പാട്ടായിരുന്നു ശ്രീകുമാർ പാടിയത്? കനലുകളാടിയ. അപ്പോൾ ആ പാട്ട് നമ്മുടെ ഉണ്ട്. അതുപോലെ അങ്കമാലി ഡയറീസിൽ പാട്ട് പാടി അല്ലേ? അതെ. ഏത് പാട്ടായിരുന്നു? അങ്കമാലി ഡയറീസിൽ ദോനയന എന്നുള്ള പാട്ട്, പിന്നെ അയലത്തെ പെണ്ണ്, പിന്നെ തിയാമയിലും കുറച്ച് പാട്ടുകളെല്ലാം നമ്മൾ ഇൻവോൾവ് ചെയ്തിട്ടുണ്ട് അല്ലേ? എങ്ങനെയായിരുന്നു ഈ മുല്ലയിലേക്കുള്ളവർ? അതല്ലോ ആദ്യ ചിത്രം. എങ്ങനെയാ ലാൽ ജോസ് വിളിച്ചോണ്ട് പോയതാണോ അതോ? അല്ല, ഞാൻ ആ സമയത്ത് ബോംബെയിലായിരുന്നു. പിന്നെ പുറത്തായിരുന്നു. എനിക്കൊന്ന് കേരളത്തിൽ താങ്കളുടെ സാന്നിധ്യം വളരെ കുറച്ചേ കണ്ടുള്ളൂ. മീഡിയയിലൊന്നും അങ്ങനെ ഓവർ പ്രൊജക്റ്റഡ് ആയിട്ടില്ല. ഓവർ പ്രൊജക്റ്റഡ് അല്ല, പ്രൊജക്റ്റഡേ താങ്കൾ ആയിട്ടില്ല എന്നാണ് എൻ്റെ ഒരു കണക്കൂട്ടൽ. അല്ലെങ്കിൽ ഞങ്ങൾ ഓടി തള്ളി മറിച്ചിട്ടേ. സോ സർ, ഞാൻ ആ സമയത്ത് ബോംബെയിലായിരുന്നു. പിന്നെ ബോംബെയിൽ ആഡ് ഫിലിംസിന് വേണ്ടിയിട്ട് പാടിയിരുന്നു ആ സമയത്തൊക്കെ കൂടുതൽ. അപ്പോൾ എൻ്റെ ഒരു ഭാഗ്യം, ഞാൻ നോർമലി അവോയ്ഡ് ചെയ്ത ഒരു പാട്ടായിരുന്നു. ഒരു ബ്രാൻഡിന് വേണ്ടി പാടിയത്. എൻ്റെ കൂട്ടുകാരെപ്പോഴും പറഞ്ഞിരുന്നു ഇത് ആരെയും കേൾപ്പിക്കേണ്ട നീ. അതായത് പഴയ റഫീ സാബിനൊരു പാട്ടുണ്ട്, സർ ജോ തേരാ ചക്കരായ് യാ ദിൽ ഡൂബാ ജായ്. അതിൻ്റെ പാരഡി ആയിരുന്നു ആ പാട്ട്. എൻ്റെ വേർഡ്സ് कार का रंग उड़ जाए या धूप में डल हो जाए आजा प्यारे पास हमारे काहे घबराए. അത് ഐ തിങ്ക് പിഡിലൈറ്റിന്റെ ഒരു പ്രൊഡക്റ്റ് ആയിരുന്നു. അപ്പൊ അത് ഫോർ മൈ ലക്ക് വിദ്യാസാഗർ സാറ് ചെന്നൈയിൽ TV കാണുമ്പോൾ ഇതിന്റെ ശബ്ദം കേട്ടിട്ട് ഇത് ഏതാ പാട്ടുകാരെന്ന് കണ്ടുപിടിച്ച്, അദ്ദേഹത്തിന് അറിയണ്ടായിരുന്നില്ല ഞാൻ മലയാളിയാണെന്ന്. അപ്പൊ എന്നെ ചെന്നൈയിലേക്ക് വിളിച്ചിരുന്നു. ഇൻഫാക്ട് ചെന്നൈയിലേക്ക് വിളിച്ചതും അദ്ദേഹത്തിന്റെ മാനേജർ വിളിച്ചപ്പോൾ നെറ്റ്വർക്ക് ഇഷ്യൂ കാരണം എനിക്ക് അദ്ദേഹം പറയണമെന്ന് മനസ്സിലായില്ല. അപ്പോൾ പിന്നെ ഇപ്പോൾ 2 ആഴ്ച കഴിഞ്ഞ് ഞാൻ തിരിച്ചു വിളിച്ചു. അന്ന് എന്തിനെന്നെ വിളിച്ചത്? വെറുതെ ഈ പാട്ട് പാടിയതാണോ എന്ന് അറിയാൻ വേണ്ടി മാത്രമാണോ വിളിച്ചത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു നിങ്ങൾ ചെന്നൈയിലെത്തിയോ? ഞാൻ പറഞ്ഞു ഞാൻ എന്തിനാ ചെന്നൈയിൽ പറഞ്ഞത്? നിങ്ങളോട് അതല്ലേ പറഞ്ഞത്, ചെന്നൈയിലേക്ക് വരാൻ വേണ്ടിയിട്ടല്ലേ പറഞ്ഞത്. ഞാൻ അത് ഞാൻ കേട്ടിട്ടില്ല. അപ്പോൾ ഗ്ലാഡ് ഐ കോൾ ബാക്ക്. അപ്പോൾ അങ്ങനെ ഞാൻ ചെന്നൈയിൽ പോയിട്ട് സാറിനെ കണ്ട്, സാറ് പിന്നെ എന്നെ കുറേ സ്റ്റുഡിയോയിൽ പാടിപ്പിച്ചപ്പോൾ പിന്നെ സംസാരിച്ചപ്പോഴാണ് അറിഞ്ഞ് ഞാനും മലയാളിയാണെന്ന്. സാർ വാണ്ടഡ് ടു ട്രൈ മീ ഫോർ എ തമിഴ് സോങ്. പക്ഷേ അതെന്തോ കാരണം അത് നടന്നില്ല ആ സമയത്ത്. പിന്നെ ഞാൻ ഒരാഴ്ച അവിടെ ഉണ്ടായിരുന്നു. പിന്നെ തിരിച്ചുപോയി. പിന്നെ ഒരു 5-6 മാസം കഴിഞ്ഞപ്പോൾ സാറ് പിന്നെയും വിളിക്കുന്നതാണ്. ഒരു മലയാളം പാട്ടുണ്ട്, ശ്രീ ഒന്ന് ചെന്നൈയിലേക്ക് വരണം എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് അങ്ങനെയാണ് കനലുകളാടിയ. കനലുകളാടിയ കണ്ണിലെന്നൊരു കിന്നാരം, പുതു കിന്നാരം, ഇരുകാതോരം, പെണ്ണിൻ കിങ്ങിണി കെട്ടിയ പാദസരം, അഴകിൻ പുഴ നീ ഒഴുകിയരികിൽ. ഓക്കെ. അപ്പോൾ മുല്ല കഴിഞ്ഞപ്പോൾ എങ്ങോട്ട് പോയി? പിന്നെ മുല്ല കഴിഞ്ഞ് ഞാൻ തിരിച്ച് ബോംബെയിലേക്ക് തന്നെ, അവിടെ തന്നെയായിരുന്നു ഞാൻ. പിന്നെ ഒരു 1.5 കൊല്ലം അനുരാഗത്തിലെത്തി. എങ്ങനെ എത്തിച്ചേർന്നു? അതും സാറിന്റെ മാനേജർ അദ്ദേഹം വിളിച്ചതാണ്. ഇങ്ങനെ ശ്രീ എവിടെയാണ്? അപ്പോൾ ഞാൻ ബോംബെയിലാണ്. ഇപ്പോൾ സാറ് ബോംബെയിലേക്ക് വരുന്നുണ്ട് ഒരു പാട്ട് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ശ്രീ ബോംബെയിൽ ഉണ്ടാവും. ഞാൻ പറഞ്ഞു അപ്പോൾ ഇത് അനുരാഗ വിലോചനായി ബോംബെയിൽ തന്നെ റെക്കോർഡ് ചെയ്തതാണ്. ശ്രീകുമാറിന്റെ നാവിൽ തന്നെ ഡയറക്റ്റ് ആയിട്ട് പ്രേക്ഷകർ എന്റെ 2 ലൈൻ കേട്ടോണ്ട്. അനുരാഗ വിലോചനായി അതിലേറെ മോഹിതനായി പടിമേലെ നിൽക്കും ചന്ദ്രനോ തിടുക്കം. അനുരാഗ വിലോചനായി അതിലേറെ മോഹിതനായി പടിമേലെ നിൽക്കും ചന്ദ്രനോ തിടുക്കം. പല നാളായി താഴെ ഇറങ്ങാൻ ഒരു തിടുക്കം. അത് കഴിഞ്ഞിട്ട് ശ്രീകുമാർ പിന്നെ മുംബൈ ജോലി എന്തെങ്കിലും ചെയ്യായിരുന്നു മുംബൈയില്? അല്ല സർ, ഐ ഹാവ് ഓൾവേസ് ബീൻ ഇൻ ടു മ്യൂസിക്. അപ്പോൾ സിംഗിങ് പിന്നെ കുറച്ച് കമ്പോസിങ് ഉണ്ടായിരുന്നു. ആ സമയത്ത് പല കാര്യം പരീക്ഷിച്ച് നോക്കിയല്ലേ?
പലതും പരീക്ഷിച്ച് നോക്കി. പലതും പരീക്ഷിച്ച് നോക്കി. വീട്ടിലൊക്കെ എങ്ങനെയാ, പാട്ടുകാരൊക്കെ ഉണ്ടോ അതോ ഈ സംഗീത ബാക്ക്ഗ്രൗണ്ട് ഉണ്ടോ വീട്ടിലുള്ളവർക്കൊക്കെ? അച്ഛൻ പാട്ടുകാരനാണ്. അച്ഛൻ കഥകളി പാട്ടുകാരനാണ്. സദനം രാജഗോപാലൻ എന്നാണ് അച്ഛൻ്റെ പേര്. അച്ഛൻ 70s ഡൽഹിയിലേക്ക് പോയതാണ്. അവിടെ ഇന്റർനാഷണൽ സെന്റർ ഫോർ കഥകളി എന്നൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. അതിലൊരു പ്രമുഖ മെയിൻ വോക്കലിസ്റ്റ് ആയിട്ട് അച്ഛൻ അവിടെ ജോയിൻ ചെയ്തു ആ സമയത്ത്. ഹി വാസ് വൺ അമംഗ്സ് ദ ഫൗണ്ടിങ് പീപ്പിൾ ദർ. ഫൗണ്ടിങ് അല്ല, പക്ഷേ ഇനീഷ്യൽ മെമ്പേഴ്സ് ദർ. അങ്ങനെ അച്ഛൻ പിന്നെ ഹി വാസ് ഓൾസോ ഇൻ ടു ഭരതനാട്യം, സിംഗിങ് ആൻഡ് മോഹിനിയാട്ടം എല്ലാ. ഹി വാസ് ഫ്രീ ലാൻസർ. ഈ കഥകളിയിൽ എങ്ങനെ പ്രാവീണ്യമുണ്ടോ? ഞാൻ കഥകളി പഠിച്ചിട്ടുണ്ട്. കഥകളി സംഗീതം പഠിച്ചിട്ടില്ല. കഥകളി സംഗീതം അച്ഛൻ എന്നും പാടുന്നത് അത് തന്നെ കേട്ടിട്ട് തന്നെയാണ്. പക്ഷേ ഐ നെവർ ട്രൈ ടു അറ്റംപ്റ്റ് ദാറ്റ് ബിക്കോസ് ഐ ഫൈൻഡ് ഇറ്റ്സ് എ ചാലഞ്ചിങ് തിങ്. പക്ഷെ ഞാൻ അച്ഛൻ്റെ കൂടെ ഒരു ബാൻഡ് ഫോം ചെയ്തിരുന്നു. സോപാനം ഓൺസോംബിൾ എന്നായിരുന്നു അതിൻ്റെ പേര്. വി പെർഫോംഡ് ഓൾസോ അറ്റ് ഫ്യൂ പ്രസ്റ്റീജിയസ് ഇവൻറ്റ്സ്. അതിൽ ഞാൻ കഥകളി സംഗീതം പിന്നെ അഷ്ടപതികളെല്ലാം ഞാൻ യൂസ് ചെയ്തിട്ട് അതിൻ്റെ എസെൻസ് ലൂസ് ചെയ്യാണ്ട് കൂടുതൽ മ്യൂസിക്കൽ ആക്രോബാറ്റിക്സ് കാണിക്കാണ്ട് സിമ്പിളായിട്ട് അതിൻ്റെ ഇമോഷൻ കൊണ്ടുവരാനായിരുന്നു അതിൻ്റെ ശ്രമം. സോ അങ്ങനെ ഒരു ബാൻഡ് ഞാൻ ഫോം ചെയ്തു. കല്യാണം കഴിച്ചോ? ഇല്ല സർ. എന്തോ കല്യാണം ഈ പാട്ടിനിടയിൽ തടസ്സമെന്ന് വിചാരിച്ചാണോ അതോ അതിനകത്തൊരു പോളിസി ഉണ്ടോ? അങ്ങനെയൊന്നുമില്ല സർ. ഐ ബീൻ ഓപ്പൺ ടു ഇറ്റ് ബട്ട് ഇറ്റ് ഹാസന്റ് ഹാപ്പൻഡ് യെറ്റ്. പറ്റിയ ഒരാളെ കണ്ടില്ല അല്ലേ? അപ്പം ഒരു പാട്ടുകാരിയോ ആരെങ്കിലും ചിലപ്പം കലയുമായിട്ട് ബന്ധമുള്ള ആരെങ്കിലും വഴി തടയും. നമ്മുടെ വഴി ഇപ്പം അല്ലേ ഇവിടോട്ട് കയറി നമ്മൾ കയറിയില്ലേ, ആക്രമിച്ച് കയറി. പിന്നെ ആൾക്കാർ 24 വരാന്തയിലൊക്കെ വരാൻ മടിക്കും. കാര്യം വന്നു കഴിഞ്ഞാൽ കയറ്റി ലൈവ് ചെയ്യിക്കുമെന്ന് വിചാരിച്ചിട്ടല്ലേ. പാട്ടുകൾ എനിക്ക് ഇഷ്ടമായിരുന്നു. ഞാൻ ഈ അനുരാഗ് വിലോചനെ കേട്ടപ്പോൾ ഇത് ആരാണ് ഒരു പുതിയ ശബ്ദം എന്ന് ഞാൻ അന്വേഷിച്ച് നടന്നിട്ടുണ്ട്. അതുകൊണ്ട് എന്നെ പോലെ എത്രയോ ആൾക്കാർ അന്വേഷിച്ചിട്ടുണ്ടാവും ഈ ശബ്ദം. എനിക്കൊന്ന് അങ്കമാലി ഡയറീസ് റിലീസായപ്പോഴും അതിൽ ഈ ശബ്ദം ആളിൽ ശ്രദ്ധിച്ചു. പക്ഷേ അത് ശ്രീകുമാർ വാക്കിൽ നിന്ന് പുതിയ ഗായകൻ്റേതാണ് എന്ന് മനസ്സിലാക്കിയിട്ടുള്ള ഒരു കുറവായിരിക്കും അല്ലേ? അത് അങ്കമാലി ഡയറീസ് ഹിറ്റായ ഒരു പടമായിരുന്നല്ലോ. അപ്പോൾ ആ സിനിമയിൽ എങ്ങനെ എത്തിയത്? അത് പ്രശാന്തിൻ്റെ കൂടെ, പ്രശാന്ത് പിള്ളൈ ആൻഡ് ലിജു ജോസ് പെലിശ്ശേരി ഇവരുടെ ടീമിൻ്റെ കൂടെ ഞാൻ ആദ്യമായിട്ട് വർക്ക് ചെയ്യുന്നത് സിറ്റി ഓഫ് ഗോഡ് എന്നൊരു സിനിമ വന്നിരുന്നു. അതിൽ നിന്നായിരുന്നു. അത് പൃഥ്വിരാജ്, ഇന്ദ്രജീത് അവരൊക്കെ അഭിനയിച്ച് അതായിരുന്നു എൻ്റെ ഫസ്റ്റ് പാട്ട്. അതിൽ നീ അകലെയാണോ എന്നൊരു പാട്ട്. കേട്ടിട്ടുള്ളവർക്ക് ഒരു പരിചയപ്പെടുത്താൻ വേണ്ടി. നീ അകലെയാണോ, നീ നീ അകലെയായോ, നീ അങ്ങനൊരു മൂഡാണ് എൻ്റെ. അപ്പോൾ സോ പ്രശാന്തിൻ്റെ കൂടെയുള്ള അസോസിയേഷനിൽ സോ ഐ മൂവ് ടു ബാംഗ്ലൂർ ഓൾസോ ഇൻ ബിറ്റ്വീൻ ആൻഡ് വി യൂസ് ടു വർക്ക് ഓൺ ലോട്ട് ഓഫ് ഇൻഡിപെൻഡൻറ്റ് പ്രൊജക്ട്സ് ടുഗെദർ വിത്ത്. സോ അങ്ങനെ പ്രശാന്തിൻ്റെ ഓൾ മേജർ പ്രൊജക്ട്സിൽ ഐ വാസ് ഫോർച്ചുനേറ്റ് ദാറ്റ് ഐ വാസ് പാർട്ട് ഓഫ് ദ ടീം. ആൻഡ് അപ്പോൾ അങ്ങനെ പാടാൻ ഒരു അവസരം കിട്ടി. ആൻഡ് അറ്റ് ദാറ്റ് ടൈം ഐ വാസ് നോട്ട് പ്ലാനിങ് ടു ആക്ച്വലി സിംഗ് ഇറ്റ്. ഐ ഹാഡ് എ വോയിസ് ഇഷ്യൂ. വോയിസ് ഡോക്ടറിനോട് പറഞ്ഞാൽ ഇനി കുറച്ചു കാലം പാടാൻ പാടില്ല എന്നായിരുന്നു. ആൻഡ് ഞാൻ വെറുതെ ട്രാക്ക് പാടിയതാണ് എല്ലാം. പക്ഷെ ദെൻ ലിജോ വാസ് ലൈക്ക് നോ, കേട്ടാലോ പ്രേക്ഷകർക്ക് ഒരു സന്തോഷമാട്ടെ. दो नैना परिंदे भर गए उड़ान, दो नैना नैनों में ख्वाबों की कश्ती रवा, मुश्किल हुआ दिल को खामोश रखना कि अब क्या करे हम बता दो नैना. ഓക്കെ, എന്തായാലും ശ്രീകുമാറിൻ്റെ ഏകദേശം KYC നമുക്ക് മനസ്സിലായി. ഓക്കെ, അപ്പോൾ സന്തോഷം ശ്രീകുമാർ. അപ്പോൾ താങ്കൾക്ക് ഒരു ബ്രൈറ്റ് ഫ്യൂച്ചർ മലയാളത്തിലുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അതനുസരിച്ച് സധൈര്യം മുന്നോട്ട് പോവുക. ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ മ്യൂസിക്കൽ കരിയർ. താങ്ക് യു. ഇനിയും വഴി തെറ്റാതെ ഇതുവഴി വരിക. ഓക്കെ, താങ്ക് യു ശ്രീകുമാർ വാക്കിയിൽ. നമ്മുടെ പാഞ്ഞാളിലുള്ള നമ്മുടെ പ്രേക്ഷകരെയൊക്കെ ഒന്ന് അന്വേഷിച്ചിട്ട് പറഞ്ഞേക്കാം. അതുവഴി പോകുമ്പോൾ നമുക്ക് അവിടെ ചില യജ്ഞമുണ്ട്. ഓക്കെ, താങ്ക് യു. ഇതുവഴി. താങ്ക് യു. ശ്രീകുമാർ വാക്കിയിലാണ്. നമുക്ക് മലയാളികൾക്ക് എന്നും ഓർമ്മിക്കാൻ പറ്റുന്ന കുറച്ച് പാട്ടുകൾ അദ്ദേഹം പാടിയിട്ടുണ്ട്. ഇനി ഒരുപാട് പാട്ടുകൾ പാടാൻ ഈ അനുഗ്രഹീത ഗായകന് കഴിയട്ടെ എന്നാണ് നമ്മുടെ ആഗ്രഹം.